ഫ്രണ്ട്സ്, ഞാനെന്ന് പറയുന്നത് നമ്മുടെ മത്സരാർത്ഥിയായ നന്ദനെ കുറിച്ചാണ്. ബിഗ് ബോസിലെ അവർ വന്നപ്പോൾ അവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ജാസ്മിനെ ഞാൻ എടുത്ത് ചവിട്ടി പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് ആണ് ആ കുട്ടി അവിടെ കയറിയത്. അതിനുശേഷം നമ്മുടെ ജിൻഡോപ്പനുമായിട്ട് കുറേ നാൾ കൂട്ടുകൂടി ഇരുന്നു. ജിൻഡോപ്പനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി, പ്ലേറ്റ് മാറ്റി ചവിട്ടി. ജിൻഡോപ്പൻ്റെ സപ്പോർട്ടാണ്. അഭിഷേക് മാറിയപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇനി ജിൻഡോപ്പനോട് ഒന്ന് ഔട്ടാവുള്ളൂ. നേരെ പ്ലേറ്റ് മാറി ജാസ്മിനൊപ്പമായി. ജാസ്മിനുമായിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഏറ്റുമുട്ടി, നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ ജിൻഡോപ്പൻ. ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സായിയായിട്ടും നമ്മുടെ സിജോയുമായിട്ടും എവിടെയെങ്കിലും മാറി നിന്ന് ജിൻഡോപ്പൻ്റെ കുറ്റം പറയുകയാണ്. ജിൻഡോപ്പൻ അതിനെ നടന്നു പോയാൽ തന്നെ നന്ദനയ്ക്ക് കുറ്റാണ്. അതുപോലെ ജിൻഡോപ്പനോട് പറയുന്ന പെരുമാറ്റം, സംസാരിക്കുന്ന രീതി എല്ലാം വളരെ മോശമായ കാര്യമാണ്. ഈ കുട്ടിക്ക് ഇത്ര അഹങ്കാരം എങ്ങനെ ഉണ്ടായി? ഒരുപക്ഷെ നന്നായി കളിച്ചാൽ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. പക്ഷെ അവരുടെ ഇരിപ്പുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ആ കുട്ടിയെ വെറുക്കുന്നത്. ഒന്നാമത്തെ പക്വതയില്ലായ്മയാണ്. രണ്ടാമത് അവരെന്തും ഈ സായിയും സിജോയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് വേദവാക്യങ്ങൾ. അവർ സായിയുടെ കൂടെ സിജോയുടെ കൂടെയാണ് കൂടുതൽ കൂട്ട്. ഈ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അമ്മ വീട്ടു ജോലി എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നൊക്കെ. പക്ഷെ ബിഗ് ബോസ് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര അഹങ്കാരമാണ്. ഒരുപക്ഷെ ജാസ്മിനെ കഴിഞ്ഞും കൂടുതൽ അഹങ്കാരമാണ് അവർ കാണിക്കുന്നത്. എപ്പം നോക്കിയാലും ജിൻഡോപ്പനെ കുറ്റം പറയാനേ നേരമുള്ളൂ. നിങ്ങൾ തന്നെ നോക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം, എപ്പം നോക്കിയാലും ജിൻഡോനെ കുറ്റം പറിച്ചു. അത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഒരു മത്സരാർത്ഥിക്കെതിരെ മാത്രമല്ല ഗെയിം കളിക്കുന്നത്. അവിടെ 13 പേരുണ്ടെങ്കിൽ ആ 13 പേർക്കെതിരെ ഗെയിം കളിക്കണം. അല്ലാതെ ജിൻഡോപ്പൻ തൊടുന്നത് കുറ്റം, നടക്കുന്ന കുറ്റം, സംസാരിക്കുന്ന കുറ്റം, അങ്ങനെയല്ല. അതിനെ ജിൻഡോപ്പൻ മാത്രമേ ഉള്ളൂ അവിടെ ഗെയിം കളിക്കുന്നത്. ഈ സായിയും ഈ സിജോയും ഒക്കെയാണ് നന്ദനെ ഇത്ര കളഞ്ഞത്. അവരുടെ വിചാരം എന്നാണെന്നറിയോ? എന്നാൽ സായിയുടെ കൂടെയും സിജോയുടെ കൂടെയൊക്കെ കൂടി കഴിഞ്ഞാൽ എനിക്ക് കുറേ വോട്ടൊക്കെ കിട്ടും. ഇവർക്ക് ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതല്ലേ. അപ്പം ഇവരുടെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്നെ അവരുടെ ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ നന്ദനയ്ക്ക് തെറ്റി. ജിൻഡോയുടെ വില നന്ദനയ്ക്ക് അറിയാൻ മേല. അതാണ് ജിൻഡോപ്പൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നന്ദന അഹങ്കാരിയാണോ അല്ലയോ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.